ദാരുണാന്ത്യത്തിന് ജെയിംസിനെയും ഭാര്യയും ഒക്കെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ല. കാരണം മനുഷ്യവാക്കുകൾ സാന്ത്വനത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല എന്നാണ് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ തോന്നുന്നത്. ജെയിംസിന്റെ പിതാവും മാതാവും സഹോദരികളുമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് മാമാറിൽ ഒരുമിച്ച് കഴിഞ്ഞ രംഗങ്ങളൊക്കെ ഓർക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജെയിംസൺ ഉൾപ്പെടെ എല്ലാവരും എന്റെ അടുത്ത് വന്ന് കുറേ സമയം ചെലവാക്കി. രംഗങ്ങളൊക്കെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ വലിയ ദുഃഖമാണ്. പക്ഷേ നമ്മൾ തളരുന്നത് ദൈവത്തോടുള്ള വലിയ മത്സരം. ദുഃഖം നമ്മളെ തളർത്തി കളയരുത്. എന്നാൽ ദുഃഖത്തിന് ചിറകെട്ടി അണകെട്ടി അതിനപ്പുറമായി വളരുന്ന പൊന്നുന്ന ദൈവത്തിന്റെ കരുതലിനെ നാം പൂർണ്ണമായി സ്വീകരിക്കണം. രംഗങ്ങളേറെ വിസ്തരിച്ച കൂടുതൽ ദുഃഖമേതാക്കുകയല്ല. ജോജിയെ 26 വർഷം വളർത്തുന്നതിന് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു. കരുണയോടെ, സ്നേഹത്തോടെ, ഉപചാരത്തോടെ കേറ്റുവിടും. ആ ദൈവദാനത്തെ ദൈവം നിങ്ങളെ 26 വർഷം ജോജി വളർത്തുവാൻ ഏൽപ്പിച്ചു. ദൈവം വിളിച്ചു. ജോജിയിൽ നിന്ന് വേർപെട്ടു പോകുന്നത് ദൈവസന്നിധിയിലേക്കാണ്. ഞാൻ പലയിടത്തും പറയാറുള്ളതായ ഒരു ഭാഗമാണ് നമ്മുടെ കർത്താവിന്റെ ഒരു ചരമ പ്രസംഗത്തെക്കുറിച്ച്. അത് മറ്റൊന്നുമല്ല, കർത്താവിന്റെ വാക്ക് പ്രസംഗിച്ചു. അത് ആഴമേറിയ പ്രസംഗമായിരുന്നു. ഇന്ന് ജെയിംസിനോടും കുടുംബത്തോടും കിളഞ്ഞനാരിൽ എല്ലാ കുടുംബാംഗങ്ങളോടും പറയുന്നത് തന്നെയാണ്. 9-ലെ വിധി നിൽക്കുമ്പോൾ ആ യുവാവിന്റെ മൃതസംസ്കരണത്തിനുള്ളതായ സമയത്ത് അലമുറയിട്ട് കരയുന്ന പുരുഷാരം കടന്നു പോകുമ്പോൾ 9 പട്ടണത്തിന്റെ ഗേറ്റിന്റെ വാതുക്കൽ കവാടത്തിൽ നിന്നുകൊണ്ട് യേശുദമ്പുരാൻ അവന്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കാണ് കർത്താവിന്റെ പ്രസംഗം. കർത്താവ് പറഞ്ഞു, നീ കരയരുത്. കരയരുത് എന്ന് പറയുമ്പോൾ തന്റെ ഉറ്റ സുഹൃത്ത് പ്രിയങ്കരനായിരുന്നു ലാസർ മരിച്ചപ്പോൾ കരഞ്ഞവനാണ് കർത്താവ്. കരഞ്ഞ കർത്താവിന് എങ്ങനെ കരയരുതെന്ന് പറയുവാൻ സാധിക്കും? അപ്പൊ കരയരുതെന്ന് പറയുന്നതിന് പിന്നിലേറെ ആഴമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്കൊരു സാധനം നഷ്ടപ്പെട്ടാൽ വാവിട്ട് കരയുമ്പോൾ നമ്മൾ പറയും സാരമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ നിനക്ക് ഇതിനപ്പുറമായ സമാധാനം, സന്തോഷം തരും. അപ്പൊ അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ ഈ യുവാവിന്റെ വേർപാടിൽ കരഞ്ഞ ദൈവത്തോട് പറഞ്ഞു, നീ കരയരുത്, കാരണം ഞാനാണ് പുനരുത്ഥാനവും ജീവനും, ഞാനാ ജീവൻ നൽകുന്നത്. അതിനുശേഷം യേശുദമ്പുരാൻ ആ മഞ്ചലിലേക്ക് ചെന്ന് ആ യുവാവിനെ തൊട്ടു. ദിവസത്തിൽ പറയുന്നത് അവൻ എഴുന്നേറ്റു, സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അവൻ ജീവനോട് എങ്ങനെയിരുന്നോ അതിലേക്ക് തിരിച്ചു വന്നു. കാരണം ജീവനെ ഒടുക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് ഇന്ന് ജെയിംസിനോടും ഭാര്യയോടും പറയുന്നത് കരയരുത്. കാരണം പ്രത്യാശയുള്ളവനായ, പ്രത്യാശ തരുന്നവനായ യേശുവാണ് ഇങ്ങനെ വിളിച്ചത്. യേശുവിനോട് ദൈവിക
രോഗികളോട് നിരസിപ്പെടുവാൻ നമുക്ക് അവകാശമില്ല. എന്തിനും ഇവരെ അഴിച്ചുകൊണ്ട് ചോദിക്കുവാൻ അവകാശമില്ല. മെർക്കുറി കണ്ടുപിടിച്ച മാഡം ക്യൂറി ഒരു ഭൗതികവാദിയായിരുന്നു. ഒരിക്കൽ സ്ത്രീയും ഭർത്താവും മിസ്റ്റർ ക്യൂറിയുമായി യാത്ര ചെയ്യുമ്പോൾ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി മിസ്റ്റർ ക്യൂറി മരിച്ചുപോയി. മാഡം ക്യൂറിയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഭൗതികവാദിയായതുകൊണ്ട് ഐ ലോസ്റ്റ് എവരിതിങ്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതേസമയം നാസികളുടെ ക്യാമ്പിൽ പിറ്റേ ദിവസം മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരു യഹൂദ പുരുഷനോട് സന്തോഷവാനായി കണ്ടപ്പോൾ ചോദിച്ചു, രാജ്യത്തേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് തരുന്ന വലിയ ബലമതാണ്. ഈ ക്ലേശം നിറഞ്ഞ ലോകത്തിൽ നിന്ന് വേർപെടുമ്പോൾ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. നമുക്കൊരു വലിയ ജീവന്റെ അവകാശമുണ്ട്. അനന്തമായ ജീവൻ നമുക്ക് അവകാശപ്പെടുകയാണ്. അതുകൊണ്ട് ഈ വാക്കുകളൊന്നും ജെയിംസിനെയും കുടുംബത്തെയും സ്വാതന്ത്ര്യത്തിന് പോരാ എന്നെനിക്കറിയാമെങ്കിലും എന്റെ പ്രിയ സഹോദരനോട് ആ കുടുംബത്തോടുള്ള എന്റെയും എന്റെ കുടുംബത്തിന്റെയും ബന്ധങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞങ്ങളെല്ലാം അയവിറക്കിയത് അവർക്ക് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ വളരെ ദുഃഖമാണ്. ഈ മകന്റെ അവന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജെയിംസൺ ആശുപത്രിയിലാണ്. വളരെ സീരിയസ് ആയിട്ട് അവസ്ഥയാണ് നിങ്ങൾക്കറിയാം. നമ്മുടെ പ്രാർത്ഥനയാണ്. മെഡിക്കൽ സയൻസിന് സാധിക്കാത്ത പലതും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. വിശ്വാസത്തോട് കർത്താവിന്റെ മുമ്പ് നമുക്ക് മുട്ടുവിളിക്കാം. അത്ഭുതമായ കരങ്ങൾ നീട്ടപ്പെടട്ടെ. അവന്റെ സ്പർശിക്കട്ടെ, ശക്തി പകരട്ടെ, സൗഖ്യം ലഭിക്കട്ടെ. അവന്റെ സുഖപ്രാപ്തിയിൽ അവൻ സുഖം പ്രാപിച്ചു വരുമ്പോൾ പോലും എന്റെ സഹോദരനുണ്ടായ ദാരുണമായ ഏറെ വിഷമിപ്പിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ ഈ ലോകത്തിന്റെ ജീവിതത്തിൽ സമയമാകുന്ന ലോകത്തിന്റെ യാത്രയിൽ പലതും നേരിടേണ്ടതായി വരും. അതിനെയൊക്കെ മനസ്സിന്റെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുവാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും പ്രത്യാശകളുടെ രൂപത്തിൽ ശരണപ്പെടുവാനും നമുക്ക് സാധിക്കണം. ഇപ്പോൾ വലിയ ചാനാനിക്കാട് ഇടവകയാണ്. പക്ഷേ മാന്നാർ ഇടവകയായിരുന്നു. ഞാനിന്ന് ഇടവക ആയിരിക്കുന്ന മാന്നാർ ഇടവകയെ അവിടുന്ന് ഈ സ്ഥലത്ത് താമസമായതുകൊണ്ട് കുറെ വിചാരണയാണ് അടക്കിയിരിക്കുന്നത്. മാന്നാറിൽ നിന്ന് ഇങ്ങോട്ട് ഇടവക മാറിയെങ്കിലും ആ ബന്ധങ്ങൾ ഇന്നും പച്ചയായി നിൽക്കുന്നു. ആ അനുഭവം മാന്നാർ ഇടവകയിൽപ്പെട്ട ആളിന്റെ മരണം തന്നെയാണ് എന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഇടവകയ്ക്ക് വേണ്ടി, മാന്നാർ ഇടവകയ്ക്ക് വേണ്ടി, അവിടുത്തെ ബഹുമാനപ്പെട്ട വിയാനിച്ചിന് വേണ്ടി, അവിടുത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. പുറഞ്ഞിരാജ് കുടുംബാംഗങ്ങളുണ്ട്. ഇതിൽ മാത്രം ബാക്കി എല്ലാവരും മാത്രമല്ല. പുറഞ്ഞിരാജ് കുടുംബാംഗങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന അറിയിക്കുന്നു. നമ്മോട് കൂടെ അമേരിക്കൻ മേഖലയുടെ മെത്രാപ്പൊലീത്ത അയ്യൂബ് മാർസിൽ മാനോസ് തിരുമേനി ആർച്ച് ബിഷപ്പ് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന് ഈ ദാരുണമായ സംഭവം ഞാൻ ഇന്ന് വരുന്നു പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുവാൻ ഞാനോട് വരുന്നു എന്നുള്ളത് ഞങ്ങൾ ഒരുമിച്ച് വന്നു. അതുകൊണ്ട് തിരുമേനിയുടെ പ്രാർത്ഥനയും അനുശോചനവും കുട്ടളഞ്ഞിരായ കുടുംബങ്ങളുടെ ഭവനത്തിലെ മാതാവിനോടും ജെയിംസിനോടും ഭാര്യയോടും മക്കളോടും ഒക്കെ സഹോദരങ്ങളോടും ഒക്കെ അറിയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കാം. പരിശുദ്ധ റൂഹായിക്കുന്ന സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, നമ്മില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, നമ്മില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, നമ്മില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവയുടെ നമസ്കാരവും ശുശ്രൂഷ കൈകൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതിയാറുടെ തന്നെ ശിവരാജാവേ, നിനക്ക് സ്തുതിസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങൾ ക്ഷമിക്കണമേ. പ്രവേശിപ്പിക്കരുത്, ദോഷം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും നീക്ക് നിന്നുള്ളതാകുന്നു. അറിയമേ നിനക്ക് സമാധാനം. കർത്താവ് നിങ്ങളുടെ സ്ത്രീകളിൽ
മിശിഹ വാഴ്ത്തപ്പെടാനാവുന്നു. ശുദ്ധമുള്ള ഞങ്ങൾക്കൊരുമേതം രാജ്യമേ പാവള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം നമ്പരാനോട് അപേക്ഷിച്ചവരുടമേ മരണമുള്ളവരെ പാപമരണത്തിൽ രക്ഷിക്കുവാൻ വേണ്ടി ശരീരപ്രകാരം മരണം അനുഭവിച്ച ഉത്തമനും മരണമില്ലാത്തവനുമായ ദൈവത്തിന്റെ കരുണയുടെ പ്രത്യാശയിൽ നശ്വരമായ ലോകത്തിന് യാത്രയായിരിക്കുന്നതായി ഞങ്ങളുടെ സഹോദരൻ ജോജിക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവിനെ ആത്മീയമായ പൂർണ്ണാശ്വാസം നൽകണമേ. നിന്റെ രാജ്യത്തിലെ വിരുന്നിൽ തോഴന്മാരോടുകൂടെ കൊണ്ട് ഇരുത്തുകയും ചെയ്യണമേ. ജീവനുള്ളവനും ജീവൻ നൽകുന്നവരുമായ ഭഗവത്ര പരിശുദ്ധാത്മാ ദൈവമേ, നീ ഉത്തമനും മനുഷ്യ സ്നേഹമുള്ളവനും ആകുന്നല്ലോ. നിനക്ക് നീക്കും യോഗ്യമാകുന്നു. എന്നാത്മാവേ തിരുനാമത്തെ എന്നസ്തികളെ നിന്നെ അണിഞ്ഞവരെ മുടിവിരുന്നതോ വെടിയരുതേ. നിന്തിരുമൈ ഭക്ഷിച്ചോരേ ദഹലാൻ ഭക്ഷിച്ചിടരുതേ. നിന്നെ വാഴ്ത്തിയ വദനങ്ങൾ വിലപിക്കരുതേ വേദനയാ. സുതരെ സന്ദർശിച്ച സുധാ കൃപയടിയാരിൽ ചെയ്യണം സ്തുമല്ലാലോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ മനോഗുണം യാചിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പോകാത്ത നല്ല ഉന്നതയും സദാസമയത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ദൈവമേ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതിയും. തന്റെ ദാസന്റെ മരണാന്റെ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഹുലഹോന്യമോ സഹായ ആദിയിൽ ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഹമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മിശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് ഉറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ച് ചേർന്നുപോയ സർവ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമാജനവും ഭയങ്കരവുമായി നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മകനെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ ആ നിന്റെ വചനം ഞങ്ങളിലും ഈ നിന്റെ മകനിലും നീ നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ.
Hosho Bobkulas Balon Mimenalo Nakavel Hosoy Havesh Bakona Toim Batrehun al Melo Lamulmi Amen. Murdiarnore Udhanan Jipone Shanabusto Drometoria Murdigadare Jivipika ലാസറിനെ കല്ലറയിൽ നാം ആഹ്വാനം ചെയ്തൊരു നാള വിശ്വാസത്തോട് പ്രതികൂണ്ടോർക്കുത്താന നൽകിയിടേണം ഒരുവറാകെ മേലോർ മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിനക്കണച്ചതായി ഇത് ഉപകൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയിലുള്ള മുഖപ്രസന്നതയ്ക്ക് ഇവനെ അർഹനാക്കണമേ. നിന്ദാസൻ സംസ്കാരെ ഞങ്ങളുടെ ചോരി പരിമളദോമം ഇതിനാളിൻ ശരണേ മരണമടഞ്ഞോർക്കാശ്വാസമൃതിയോടൊപ്പം നീ നൽകിയിടണമേ. മോന പോലെ പ്രോവൽ റൂഹോ കാദീശോ എന്നാത്രം ഭക്ഷിച്ചുരും രുതിരം പാനം ചെയ്തോനെ ഞാൻ വെടിയാശിയോടെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായി നീശൻ ചെന്നോ രാവജനു സ്തുത്യോലം മതമോലം ദേവാദാസന്റെ ഗണമേ പുണ്യം നിൻമഹിമോദേ നാൾ തന്നെ നിർത്തണമേ വമായിവനെ സുന്ദളത്തിൽ വഴിയും പാർപ്പിടവും വാർത്താ നിങ്ങളെ വേർപിരിയാനെന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്ത പിന്നാലെ വന്നോണ്ടൂരൻ വീണനൻ മിത വേഗം ഞാനറിയാതെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയാൽ കാണാനൽപ്പം നിൽക്കണമെന്നഭ്യർത്ഥിച്ചൻ കേട്ടില്ലേൻ വാക്യം ദൂതൻ വാങ്ങിച്ചില്ലൻ കൈക്കോലേ സൃഷ്ടവാദൽ സോദ്യൻ രക്ഷകനാപുത്രൻ വാദ്യൻ പറയുന്നു മറുദേശായൻ ചേർക്കും ദേവാദാസന്റെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വരമായിവനെ. മക്കളിലൊപ്പം കൃപ ചെയ്തതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരരുടെ നാളുകളോ ഹാലേലൂയ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ പോലെ പറവൽ റൂഹോ കാദീശോ ശരണത്താലെ നിൻ കൃപയിൽ ദാസേന നീ ജീവസരമേ കബറിനുദ്യാനായി സ്തൗവൻകാരസ്കുറിയേലായി സ്വരകുന്നോൻ രാജ ജീവൻ പ്രതര ഏവർക്കും നൽകുന്നുള്ളിൽ നീന്തി അവരവരോട് എഴുന്നേറ്റു നിന്നെ ചെയ്തിടുന്നു പാറിക്കുമോ പോലെ പറവൽ റൂഹോ കാദീശോ ശരീരം ഭാഷിച്ചെന്തം പാനം ചെയ്യുമ്പോൾ പാതാളത്തിൽ പോകായി വിടാ ഞാൻ എന്നുവാൻ ജീവിപ്പീസതു ഞാൻ എന്നും കാത്ത കണ്ണുകളെന്ന് മഹാത്താം മുറിയോറാകെ മേലെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ പാർപ്പിക്കണമേ മതോരുവരുന്നതിനെ വാഴ്ത്തപ്പെടാനാകുന്നു ശരിയായിട്ട് നിലവിളിച്ച് പറയുമാറാകണമേ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ ദാസനാത്മാവിനോടും ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന അടിയങ്ങളുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജോജിയുടെ വേർപാടിൽ ഈ ഭവനത്തിലേക്ക് കടന്നു വരികയും ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ശുശ്രൂഷ ചെയ്യുന്ന അഭിനന്ദിയ പിതാക്കന്മാരോട് ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്താദരവുകൾ അർപ്പിക്കുന്നു. കാണാനുള്ള സൗകര്യം ഇവിടെ നിൽക്കുന്ന കൂട്ടി നിൽക്കാതെ അങ്ങോട്ട് മാറാം. ഇവിടെ ഇങ്ങനെ നിൽക്കാതെ ഇങ്ങോട്ട് മാറാം. വരുന്നവർക്ക് അസൗകര്യം ഉണ്ടാക്കാം. വൈഫാണല്ലോ. ബോധത്തോടെ സഭയുടെ കാനോനാകൾക്ക് അനുസരണമായ ഒരു ജീവിതം നയിച്ച കുടുംബം. കുറെ പേരൊക്കെ മാറി നിന്ന് ചിന്തിക്കുന്നുണ്ടാകാം, എന്തുകൊണ്ട് എഞ്ചിനീയർ ഇമ്പങ്ങളുടെ പർദീസയിൽ കർത്താവിന് ആവശ്യമുണ്ടായിരുന്നു. ഈ പഴിയും ദുഷിയും നിന്നയും ഞെരുക്കവും പട്ടിണിയും വാളും യുദ്ധവും അസൂയയും ക്രോധവും എന്ന് വേണ്ട കൊല്ലും കൊലയും കൊലപാതകവും അനുദിനം നടന്നു വരുന്ന ഈ ദുഷിച്ച ലോകത്ത്